വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു റെസിപ്പിയാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കുറെ പേര് റെക്കമെൻഡ് ചെയ്ത ഒരു വീഡിയോ ആണിത്. പിന്നെ കുറെ പേർക്ക് കൊടുത്തത് ഫലം കിട്ടിയത് കൂടിയാണ്. പിന്നെ പണ്ട് കാലം മുതൽക്കേ നമ്മുടെയൊക്കെ മുത്തശ്ശിമാര് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി കൊടുത്തിരുന്ന ഒരു ഒറ്റമൂലിയാണിത്. ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാല് വയറ് ചൊട്ടാനും ഗ്യാസ് കുറയാനും വിശപ്പുണ്ടാവാനും കൊളസ്ട്രോൾ കുറയാനും വണ്ണം കുറയാനും ഒക്കെ അങ്ങനെ നിരവധി ഗുണങ്ങളാണ് ഈ ഒറ്റമൂലിക്കുള്ളത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കുടിച്ചു നോക്കുക. 100% ഗ്യാരണ്ടിയാണ്. 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഗ്യാസിന്റെ പ്രോബ്ലം ആണെങ്കിലും കുറയും. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, ഇത് മൂന്നും കൂടെ നമുക്കിത് ചതച്ചെടുക്കാം. ഇതിലോട്ടിട്ട് വെളുത്തുള്ളിയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം. ഈ 1 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അയമോദകം ചേർത്താലും നല്ലതാണ്. 2 നുള്ളു കായപ്പൊടി, 2 പിഞ്ച്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ ഗ്യാസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതുണ്ട് കുടംപുളി എന്ന് പറയും. ഇതിന് മലബാർ ഏരിയയിലാണ് ഇത് പിടിക്കുന്ന കൂടുതലും. അതുകൊണ്ട് ഇതിന് വടക്കംപുളി എന്നും പറയും. വടക്കംപുളി എന്നും പേരുണ്ട്, കുടംപുളി എന്നും പേരുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അഴുക്കെല്ലാം കഴുകി കളഞ്ഞിട്ട്, മണ്ണ് കാണും, കഴുകി കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇത് നല്ല സോഫ്റ്റായിരിക്കും. അന്നേരം ഉണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഈ വെള്ളം ഒഴിച്ചാലും മതി. പുളി ഇട്ടില്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. തിളപ്പിക്കാതെ തന്നെ പെട്ടെന്ന് ചൂടുവെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒഴിച്ച്, ഇതിപ്പോൾ ഞാൻ ഇന്നങ്ങോട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ. ആദ്യം സത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇത് അതുകൊണ്ട് ഞാൻ 2 കഷ്ണം ഇതിലേക്ക് ഇടുക. ഇതാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടുക. കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് പുളി അനുസരിച്ച് ഇടുക. ഇനി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി നമുക്കിത് അടപ്പേ വെച്ച് തിളപ്പിക്കാം. ഇനി ഇതൊന്ന് അടച്ച് മൂടി വെക്കാം. 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം, ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുമ്പോൾ ഈ പുളിയുടെ ഗുണം ഇത്ര ഇറങ്ങിയാൽ മതി. പുളിയുടെ സത്ത് ഇറങ്ങി കഴിയുമ്പോൾ അങ്ങ് ഓഫാക്കാം. ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടുതലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ആഹാരം ചവച്ചരച്ച് കഴിക്കുക, അല്ലെങ്കിൽ കുനിഞ്ഞു നൂന്നുള്ള നല്ല എക്സസൈസ് ചെയ്യുക. ഇത് 3 നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്യാസ് ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇളക്കി ആ പുളിയുടെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് ചെറിയ ചൂടോടെ ഈ ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കും. അഞ്ച് മിനിറ്റ് നമ്മൾ തിളപ്പിച്ച് അരിച്ചെടുത്തപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് 1 ഗ്ലാസ് ഉള്ളത് 3/4 ഗ്ലാസ്സായി. 1/4 ഗ്ലാസ് പറ്റിയിട്ടുണ്ട്. അന്നേരം ഇത് കുടിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കുറയും, വയറ് ചൊട്ടും, വിശപ്പുണ്ടാവും, കൊളസ്ട്രോൾ കുറയും. അങ്ങനെ കുറേ ഉപയോഗങ്ങളുള്ള ഒരു ഒറ്റമൂലിയാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.